وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. പ്രവാചകരെ, എന്റെ അടിമകൾ എന്നെ കുറിച്ച് നിന്നോട് ചോദിക്കുന്ന സമയത്ത് നീ പറഞ്ഞുകൊടുക്ക, പ്രവാചകരെ, ഫഇന്നീ ഖരീബ്, ഞാൻ വളരെയധികം അടുത്തവനാണ്. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, ഞാൻ അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണ്. പ്രിയപ്പെട്ട മുസ്ലിമേ, എന്തിനാണ് ഔലിയാക്കളുടെ ജാറങ്ങളിലേക്ക് പോയിക്കൊണ്ട്, മക്ബറകളിലേക്ക് പോയിക്കൊണ്ട് നിന്റെ സങ്കടം പറയുന്നത്, നിന്റെ ദുഃഖം പറയുന്നത്, നിന്റെ പ്രയാസം പറയുന്നത്? ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച, അണ്ടകടാഹങ്ങളെ വിധാനിച്ച, ബ്രഹ്മാണ്ടകടാഹങ്ങളെ നിയന്ത്രിക്കുന്ന, തമോഗർത്തങ്ങളെ നിയന്ത്രിക്കുന്ന, ക്ഷീരപഥത്തെയും ആയിരക്കണക്കിന് ഗാലക്സികളെയും നിയന്ത്രിക്കുന്ന അതുല്യനും അനുപമനുമായ പടച്ച തമ്പുരാൻ നിന്റെ കണ്ടനാടിയേക്കാൾ അടുത്തുണ്ടാകുന്ന സമയത്ത് കിലോമീറ്ററുകൾ സഞ്ചരിച്ചുകൊണ്ട് അജ്മീർ ദർഗയിലേക്ക് പോയി, ആ അജ്മീർ പാപ്പയുടെ അടുത്ത് പോയി സങ്കടം പറയാൻ മാത്രം ആരുടെ മുന്നിലാണ് മുസ്ലിമേ നീ നിന്റെ ബുദ്ധി പണയം വെച്ചത്? വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് لا يعلمها إلا هو ويعلم ما في البر والبحر وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. പ്രിയപ്പെട്ട പൊന്നു യുവാക്കളെ, പൊന്നുമക്കളെ, മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പാഠമാണിത്. അദൃശ്യത്തിന്റെ താക്കോലത് പടച്ച തമ്പുരാന്റെ കയ്യിലാ. നിന്റെ ഹൃദയത്തിന്റെ അകത്തലങ്ങളിൽ ഉണ്ടാകുന്ന നെരിപ്പോടുരയുന്ന വേദനയുണ്ടല്ലോ, കത്തിയാളുന്ന നിന്റെ വികാരമുണ്ടല്ലോ, വിഷമമുണ്ടല്ലോ, അത് കാണാൻ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾക്ക് സാധ്യമല്ല, മമ്പറത്ത് തങ്ങൾക്ക് സാധ്യമല്ല, ഉമർ ഖാലിക്ക് സാധ്യമല്ല, മുലമ്പത്ത് ബീവിക്ക് സാധ്യമല്ല. പിന്നെ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് കത്തിയമരുന്ന നിന്റെ വേദന കാണാൻ ഏഴാകാശങ്ങൾക്ക് മുകളിൽ അർശിന്റെ മുന്നിൽ ഉപവിഷ്ടനായി ഈ ലോകത്ത് മുഴുവനും നിയന്ത്രിക്കുന്ന പടച്ച തമ്പുരാന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്തേ കാരണം? അത് ഖുർആനിന്റെ നസ്സാണ്, അത് ഖുർആനിന്റെ സന്ദേശമാണ്, അത് ഖുർആനിന്റെ പാഠമാ. വഇൻദഹു മഫാത്തിഹുൽ ഗൈബ് ലാ യഅലമുഹാ ഇല്ലാ ഹു, അദൃശ്യത്തിന്റെ താക്കോല്, നിഗൂഢതയുടെ താക്കോല് അത് പടച്ച തമ്പുരാന്റെ കയ്യിലാണ്. അത് ആർക്കും അവൻ വകവെച്ചു കൊടുത്തിട്ടില്ല. അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങളാ, പടച്ച തമ്പുരാന് മാത്രം അറിയുന്ന കാര്യങ്ങളാ. അള്ളയല്ലാതെ അദൃശ്യമറിയുന്നവരായി ഈ ലോകത്ത് മറ്റാരുമില്ല. മുസ്ലിമേ, അങ്ങനെ നീ വിശ്വസിച്ചാൽ, അങ്ങനെയൊരു വിശ്വാസം നിന്റെ മനസ്സിലുണ്ടായാൽ നീ കാഫിറാകുകയാണ് അവിടെ ചെയ്യുന്നത്.